ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിന്ന് ആലുവക്ക് പോട്ടോ, എൻ്റെ വീട്ടിൽ എൻ്റെ മാമാമാരുടെ വീട്ടിൽ പോവാണ്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. വിശദമായിട്ടൊന്നും കാണിക്കില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം. അവിടെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ വലിയ ക്യാമറയുടെ മുമ്പിലേക്ക് വരാനൊന്നും വലിയ ഇഷ്ടം ഇല്ല. അന്നേരം കുറച്ച് ഇഷ്ടമുള്ളവരെയൊക്കെ കാണിക്കാം കേട്ടോ, വിശദമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ കിട്ടിയിട്ട് ഈ മഴയും ഒക്കെ ആയിട്ട് അകത്തിരിക്കുന്നതുകൊണ്ട് കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ല. അതൊക്കെ കേട്ടോ. പിന്നെ വേറെന്താ, അപ്പം നമുക്ക് ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം. എന്നെ കളിയാക്കാൻ മാത്രമാണ് ബോധമില്ല. കൈ ഒന്ന് കൊട്ടടാന്ന് പറഞ്ഞ പിന്നെ കൈ കൊട്ടണ വിരല് കൊട്ടടാന്നല്ല കാനക്കാന്നല്ല അമ്മ പറഞ്ഞ കൈ കൊട്ടടാന്നല്ല പറഞ്ഞ വിരല് എനക്കാന്ന് പറഞ്ഞ അങ്ങനെയല്ല അമ്മ പറഞ്ഞ കൈ കൊട്ടാനെ പറഞ്ഞത് അങ്ങനെയാണോ? പിന്നെ എങ്ങനെ കൈ കൊട്ടണേ? ഇങ്ങനെ അറിയില്ല കൈ അനക്കോ? കൈ കൊട്ടൂല. കൈ കൊട്ടുന്നത് ഇങ്ങനെയാണ്. ഇത് വിരല് അനക്കെന്നാണ് പറയുന്നത്. മര്യാദക്ക് ഞാൻ വണ്ടി ഓടിച്ചോളാം, ഇറങ്ങിക്കോ. അപ്പോൾ ഇപ്പം നമ്മൾ പെരുമ്പാവൂർക്കാട്ടോ പോണേ. പെരുമ്പാവൂർ പോയിട്ട് നമുക്ക് കടയിലൊക്കെ ഒന്ന് കയറാനുണ്ട്. അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് വേണം ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ആലുവക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പെരുമ്പാവൂർ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പെരുമ്പാവൂരാണെങ്കിലും ഒരു മലയാളി പോലും ഈ ഒരു ആൾക്കൂട്ടത്തിലില്ല, ഒക്കെ ഭായിമാരാട്ടോ. അന്നേരം ഞാൻ പറയായിരുന്നു പെരുമ്പാവൂർ മൊത്തം ഭായിമാർ എന്താ തിരക്കെന്നറിയോ. ഒത്തിരി ആൾക്കാർ ഭായിമാർ ഇങ്ങനെ നിറഞ്ഞിട്ടേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോവായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയിലെത്തിയിട്ട് എനിക്ക് ഇങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കുകയും നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിസാമോളും ഞാനും മിയായും കേട്ടോ. മിയ താഴെയുണ്ട്, ഉമ്മ കറി തന്നെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി പോവാം കേട്ടോ. പോയി അത് കഴിഞ്ഞ് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് സമയം ഒരുപാടായിട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാവിലെ ചെല്ലാൻ പറഞ്ഞതാണ്. രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞായറാഴ്ചയൊക്കെ അല്ലേ, ഇന്നലത്തെ സൺഡേ കേട്ടോ, സൺഡേ വ്ലോഗാണ്. അന്നേരം പിള്ളേരൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ ഇച്ചിരി വഴുകൂലേ, അന്നേരം അതൊക്കെ കഴിഞ്ഞ് പോകണം. അപ്പോൾ ഇപ്പോൾ ഇന്നലെ നമുക്ക് കല്യാണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ആലുവക്ക് പോയിട്ട് കുറേ ആയിരുന്നു കേട്ടോ, ഡിസംബറിലും അങ്ങനെ പോയതാണ്. ഞാൻ കുറേ ആയി പോയിട്ട്. ഇടയ്ക്ക് എപ്പോഴും വിളിക്കും കേട്ടോ, അവരെപ്പോഴും വിളിക്കും വാവാന്ന് പറഞ്ഞ്. പിന്നെ ഫോണിൽ കൂടിയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ വിശേഷങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടാണ് പോകാത്തത് കേട്ടോ. അങ്ങനെയൊക്കെ പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പിന്നെ പോവാണ്. പിന്നെ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ആലുവക്ക് പോകാമല്ലോ, പെരുമ്പാവൂരിന്ന്. അങ്ങനെ നമ്മളിതാ ആലുവ എത്തിയിട്ടോ. നമുക്ക് ആലുവയിൽ എത്തുമ്പോൾ ഒരു സന്തോഷമാണ്. പിള്ളേരെന്നെ കളിയാക്കും, ഉമ്മിയുടെ നാടാണല്ലോ, അതുകൊണ്ട് അവർക്ക് പെരുമ്പാവൂരാണ് ഇഷ്ടമെങ്കിലും എനിക്ക് ആലുവയല്ലേ ഇഷ്ടം. നമുക്ക് നമ്മളുടെ നാടിനോട് ജിബ്രൂട്ട് വന്നേക്കും ഒരു ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ആലുവയിൽ ഏലൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് കേട്ടോ. മാമാന്മാരാണ്. എൻ്റെ വീടെന്ന് പറയാൻ എനിക്ക് അവിടെ വീടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ലേ. പിന്നെ അവിടെ മാമാന്മാരുടെ വീട്ടിലാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ചെന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. നമുക്ക് ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം മാമായുടെ മോനെയൊക്കെ. അന്നേരം എല്ലാവരെയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അന്നേരം നമ്മൾക്ക് അവിടെ ചെന്ന് നമ്മളിങ്ങനെ കുറേ ദിവസമെത്തി ചെല്ലുന്നതുകൊണ്ട് മാമാന്മാരും അമ്മായിമാരും പിള്ളേരും എല്ലാവരും വന്നിരുന്ന് നമ്മൾ ഭയങ്കര വർത്താനമായിരിക്കും. അന്നേരം നമുക്കങ്ങനെ ഓർക്കൂല. അപ്പോൾ ഇത് മാമായുടെ മോനാട്ടോ. അപ്പോൾ ഞങ്ങൾ അവനെ കളിയാക്കിയിരുന്നു. അവനിപ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ്, ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവനിപ്പോൾ കളമശ്ശേരി ബ്ലോക്ക് മണ്ഡലം സെക്രട്ടറിയോ അങ്ങനെ എന്തോ ഒക്കെ ആയിട്ടുണ്ട്. അന്നേരം ചിലവ് കാടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കൂട്ടോ. അപ്പം അന്നേരം അവനിക്കൊക്കെ നാണാണ്. എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ എന്താണോ വരാനായിട്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. ഓരൊക്കെ വെള്ളം രാഷ്ട്രീയക്കാരാണ്. ഇതാട്ടാ മാമ, ഞങ്ങൾക്ക് വെള്ളയിട്ടിരിക്കണ ഒക്കെ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും ഒക്കെയാണ്. എൻ്റെ ആൾക്കാരൊക്കെ പാർട്ടിക്കാരാ. മാമാക്ക് പുകയില്ലാത്ത അടുപ്പ്, ആലുവ അടുപ്പാണ്, ആലുവ അടുപ്പിൻ്റെ ആളാണ്.
അടുപ്പ് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടത് ആലു അടുപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കേരളം മൊത്തം അല്ലേ? ഓൾ കേരള അല്ലേ? ഓൾ കേരള അടുപ്പുകൾ ഉണ്ടാക്കാനൊക്കെ വിളിക്കാം. നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഏത് പൂച്ച കറി ആങ്ങളെ ഞങ്ങളും ഇരിക്കണോ? അങ്ങനെ ആങ്ങളെ പെങ്ങള് ആങ്ങളേനൊക്കെ കാണാൻ വേണ്ടി വന്നേക്കണേ. വല്ലപ്പോഴേ പുറത്തിറങ്ങുള്ളൂ എന്നുള്ളൂ. അതെന്റെ പൈസ മാമാ കാര്യ. ഞാൻ ദരിദ്രവാസി, അതിലൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് മാമാര്, അങ്ങനെ 4 മാമാരാണ് അടുത്തടുത്ത് താമസിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഓരോ അപ്പോഴേക്കും രാത്രി ആയിട്ടോ നേരം എല്ലാവരും നമ്മൾ ചെന്നെന്ന് പറയുമ്പോൾ എല്ലാവരും വരും. എവിടെയാണ് ആ ഫസ്റ്റ് നിൽക്കുന്ന വീട്ടിലേക്കെന്ന് വെച്ചാൽ അന്നേരം അവിടെ നിന്നിരുന്നു പിന്നെ എല്ലാവരുമായിട്ടും വർത്താനം പറയലും എൻ്റെ വർത്താനം കേൾക്കലും അങ്ങനെയാണ്. നല്ല ഒരു രസമാണ്. ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ കുറേ ചങ്ങട് എത്തി ചെല്ലുമ്പോൾ. അല്ലെങ്കിൽ എപ്പോഴും ചെന്നാലും അതെ കേട്ടോ, സംസാരിക്കലാണ്. എനിക്ക് മാമാമാരെ വിളിച്ചിരുത്തി വർത്താനം പറയലാണ് എൻ്റെയും പണി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മായിമാരും ഉണ്ടാവും, മക്കളും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ നിൽക്കലില്ല. ഞാൻ രാത്രി നിൽക്കലിൽ കുറവാണ്, നിൽക്കലില്ല. വല്ലപ്പോഴും ഒക്കെ നിന്നെങ്കിലേ ഉള്ളൂ. രാവിലെ പോകും, വൈകുന്നേരം ആകുമ്പോൾ പോരും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് നിസാമൊക്കെ ക്ലാസ് ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എന്താ മാമാടെ മോനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട് ഇത് നീ എടുത്ത വീഡിയോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. പിന്നെ അവൻ ഇട്ടുന്നപ്പോഴാണ് അങ്ങനെ ആഡ് ചെയ്തത്. അപ്പോൾ ഇവനും നീയായും ഒരേ ബിടെക്കൊക്കെ കഴിഞ്ഞ് നിൽക്കണയാണ്. അപ്പോൾ ഓരോ കോഴ്സിനെ പറ്റി ഇങ്ങനെ സംസാരിക്കണേ കേട്ടോ. ഇവനും ഇനി അടുത്ത് എന്ത് കോഴ്സ് ചെയ്യണം ബിടെക്ക് കഴിഞ്ഞിട്ട് എന്നൊക്കെ ഉള്ള പറഞ്ഞ്, അപ്പോൾ നീയ ചേർന്നേക്കുന്ന കോഴ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണേ സംസാരിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മാമ അപ്പോൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മാമാക്ക് ഇവിടെ ആലുവയിൽ ഷൂ, ചെരുപ്പ് അങ്ങനെ അതിൻ്റെയൊക്കെ ഹോൾസെയിൽ റീറ്റെയിലൊക്കെ കടയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സെയിലുള്ളതാണ് കേട്ടോ. അതും ഓൾ കേരള തന്നെ, എല്ലാ സ്ഥലത്തേക്കും ഷൂ, ചെരുപ്പ്, പെട്ടികൾ, ട്രോളി ബാഗൊക്കെ ഇല്ലേ അങ്ങനെയുള്ളതൊക്കെ സെയിൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാമായി വന്ന് കുറേ നേരം മാമാനായിട്ട് വർത്താനം പറഞ്ഞിരുന്ന് ഞങ്ങൾ പോരാട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെന്താ വേറെ ഒന്നുമില്ല. അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട്. ഇപ്പം ഞങ്ങൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറയില്ല മാമ കടയൊക്കെ ഇന്നലെ ഞായറാഴ്ചയാണെങ്കിലും മാമക്ക് ഒത്തിരി മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് മാമ വന്ന് പിന്നെ മാമാനായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് അവിടെ നിന്നും പോകുന്നത് കേട്ടോ. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ 12 മണിയായിട്ടോ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ അവിടെ പോരാലോ. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇച്ചിരി രാത്രി യാത്രക്കാരാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ല. അങ്ങനെ 12 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷാർ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.